ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കുക. നല്ലൊരു റിസൾട്ടിലേക്കും നല്ലൊരു ജോലിയിലേക്കും ഒക്കെ ഇത് നിങ്ങളെ കൊണ്ട് എത്തിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Who is said to become the next president of the Asian Cricket Council after Jay Shah? ജയ് ഷായ്ക്ക് ശേഷം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ അടുത്ത പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ആരാണ്? മൊഹ്സിൻ നാഖ്വി. മൊഹ്സിൻ നാഖ്വിയാണ് ഏഷ്യൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അതിനു മുന്നേ ആരായിരുന്നു? ജയ് ഷാ ആയിരുന്നു പ്രസിഡന്റ്. Okay, which country issued the world's first postage stamp featuring Lord Rama? Okay, ഏത് രാജ്യമാണ് ആദ്യത്തെ പോസ്റ്റേജ് സ്റ്റാമ്പിനകത്ത് രാമനെ വെച്ചുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ ആദ്യത്തെ രാജ്യമാണ് ലാവോസ്. ലാവോസിലെ സ്റ്റാമ്പിലാണ്, പോസ്റ്റൽ സ്റ്റാമ്പിലാണ് ലോർഡ് രാമയുടെ പിക്ചർ ഉള്ളത്. ഓക്കെ, അടുത്തത്: Who has been appointed as the new chairperson of the Union Public Service Commission in August 2024? 2024 ഓഗസ്റ്റിൽ UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ആരെയാണ്? പ്രീതി സുഡാനെയാണ് അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഏത് മാസമാണ് എന്നുള്ള കാര്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രീതി സുഡാൻ എന്തിന്റെ ചെയർപേഴ്സൺ ആയിട്ടാണ് അപ്പോയിന്റഡ് ആയത് എന്നും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. Okay, who became the youngest and fastest female para swimmer to swim across the English Channel in 2024? 2024 ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ഏറ്റവും യങ്ങസ്റ്റും ഫാസ്റ്റസ്റ്റും ആയിട്ടുള്ള ഫീമെയിൽ പാരാ സ്വിമ്മർ ആരാന്നാ ചോദിച്ചിരിക്കുന്നത്. ജിയ റായ് ആണ് ആ പാരാ സ്വിമ്മർ എന്ന് പറയുന്നത്. ഓക്കെ, 2024 ഇംഗ്ലീഷ് ചാനലാണ് അവര് നീന്തിക്കടന്നത്. ഓക്കെ, പാരാ സ്വിമ്മർ ആണ്, ഫീമെയിൽ പാരാ സ്വിമ്മർ ആണ്. Which country will host the 2025 T20 Asia Cup? 2025 T20 ഏഷ്യ കപ്പ് ഹോസ്റ്റ് ചെയ്യണത് ആരാണ്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2025 T20 ഏഷ്യ കപ്പ് നടക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞു തന്ന 5 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് പല രീതിയിലും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിലെല്ലാം തന്നെ പഠിച്ചു വെക്കുക. അടുത്തത്: Which Indian state launched the മുഖ്യമന്ത്രി കൃഷി ആശീർവാദ് യോജന to provide financial assistance to farmer? അതായത് മുഖ്യമന്ത്രി കൃഷി ആശീർവാദ് യോജന എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നത് ജാർഖണ്ഡ് ആണ്. ഓക്കെ, ജാർഖണ്ഡ് ആണ് കൊണ്ടുവന്നത്. ഹൂ വോൺ ദ നോബൽ പ്രൈസ് പീസ് പ്രൈസ്? 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ഗ്രേറ്റ തൻബർഗിനാണ്. ഓക്കെ, ഗ്രേറ്റ തൻബർഗിനാണ് 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. അടുത്തത്: Which country hosted the 2024 സമ്മർ ഒളിമ്പിക്സ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു അല്ലെ? ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത്. Who is the author of the book The India Way: Strategies for an Uncertain World? എസ് ജയശങ്കർ എഴുതിയ ബുക്കാണ് The India Way: Strategies for an Uncertain World. ഓക്കെ, അടുത്തത്: Which Indian city was declared as the UNESCO World Heritage Site in 2024? 2024 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഇന്ത്യൻ സിറ്റി ഗ്വാളിയർ ആണ്. ഓക്കെ, ഗ്വാളിയർ ആണ് 2024 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഇന്ത്യൻ സിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ നോക്കി. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who became the first Indian woman to win a gold medal in wrestling at the Olympics?
നമുക്ക് ആ മെഡൽ നഷ്ടപ്പെട്ടു എങ്കിൽ പോലും റെസ്ലിംഗിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ റെസ്ലിംഗിൽ ആദ്യമായിട്ട് ഗോൾഡൻ മെഡൽ വിന്ന് ചെയ്ത ഇന്ത്യൻ വുമൺ ആരാണ്? വിനേഷ് ഫോഗട്ട് ആണ്. പിന്നീട് അവർ അയോഗ്യയാക്കപ്പെട്ടെങ്കിൽ പോലും നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വിന്നിങ് നടന്നത് വിനേഷ് ഫോഗട്ടിലൂടെയാണ്. ഓക്കെ, വിച്ച് കൺട്രി ലോഞ്ച്ഡ് ദ ഹോപ്പ് മാസ് മിഷൻ ഇൻ 2024? 2024 ഹോപ്പ് എന്ന് പറയുന്ന ചൊവ്വ ദൗത്യം മാർസ് മിഷൻ ലോഞ്ച് ചെയ്തത് UAE ആണ്. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഹോപ്പ് എന്നുള്ള മാർസ് മിഷൻ ചൊവ്വ ദൗത്യം 2024 ലോഞ്ച് ചെയ്തത്. അടുത്തത്, ഹു ഈസ് ദ കറന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആസ് ഓഫ് ഡിസംബർ 2024? 2024 ഡിസംബറിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് ആണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസ് 2024 ഡിസംബറിൽ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ടോപ്ഡ് ദ സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് 2024? 2024 സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സിൽ ഏറ്റവും ആദ്യം വന്നത് ആരായിരുന്നു? ഗുജറാത്ത് ആണ്. ഓക്കെ, സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സിൽ 2024 ആ ഒരു പട്ടികയിൽ ആദ്യത്തെ സ്ഥാനം ആർക്കായിരുന്നു? ഗുജറാത്തിനായിരുന്നു. Who won the ICC Men's Cricketer of the Year Award in 2024? 2024 ICC Men's Cricketer of the Year അവാർഡ് കിട്ടിയത് ബാബർ അസാമിനാണ്. ഓക്കെ, ബാബർ അസാമിനാണ് 2024 ICC Men's Cricketer of the Year അവാർഡ് കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കുറച്ച് തവണ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കറണ്ട് അഫയേഴ്സ്, ബയോളജി, തിയറി പേപ്പറുകളൊക്കെ എങ്ങനെയാണ് പഠിക്കുക എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മൾ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. എഴുതി പഠിക്കുന്നവർ എഴുതി പഠിച്ചോളൂ, പ്രശ്നമില്ല. അല്ലാണ്ട് ഇങ്ങനത്തെ റിവിഷൻ പോർഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞാൽ എഴുതിക്കോളൂ. ഒരു തവണയല്ലേ നമ്മൾ എഴുതുള്ളൂ. നമ്മൾ എഴുതി പഠിക്കാനൊന്നും നിൽക്കില്ല. ഒരു തവണ എഴുതി വെക്കും. അപ്പൊ നമ്മൾക്ക് അത് നോക്കി വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലാത്തവർക്ക്, സമയമില്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ നോക്കി വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്ന് പറയുന്നവർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോസ് ഹെഡ്സെറ്റ് വെച്ച് ചെവിയിൽ കേട്ടോണ്ടിരിക്കുക. അപ്പൊ കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരെണ്ണം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ രജിസ്റ്റർ ആയി നിൽക്കും. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അടുത്തത്, which country became the first to approve the use of the malaria vaccine in 2024? 2024 മലേറിയ വാക്സിൻ ഉപയോഗിക്കാനുള്ള അപ്രൂവൽ ആദ്യമായിട്ട് കൊടുത്തത് ഘാനയാണ്. ഓക്കെ, ഘാനയിലാണ് മലേറിയ വാക്സിൻ യൂസ് ചെയ്യാം എന്നുള്ള അപ്രൂവൽ ആദ്യമായിട്ട് വന്നത്. Okay, who was appointed as the new CEO of Twitter in 2024? ട്വിറ്ററിന്റെ സിഇഒ, പുതിയ സിഇഒ ആയിട്ട് 2024 വന്നത് ആരാണ്? എലോൺ മസ്ക് ആണ്. ഓക്കെ, എലോൺ മസ്ക് ആണ് 2024 ട്വിറ്ററിന്റെ പുതിയ ചെയർമാൻ ആയിട്ട്, സിഇഒ ആയിട്ട് വന്നത്. Which Indian state launched the Mission Shakti program for women safety in 2024? Women's safetyയുമായി ബന്ധപ്പെട്ട് മിഷൻ ശക്തി എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, മിഷൻ ശക്തി എന്നുള്ള വുമൺ സേഫ്റ്റി പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഉത്തർപ്രദേശിലാണ്. ഹൂ വൺ ദ ബുക്കർ പ്രൈസ്? 2024 ബുക്കർ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഡോഗ്ലാസ് സ്ട്രോട്ടോ, എനിക്കത് പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഡൗഗ്ലാസ് സ്ട്രോട്ട്, അദ്ദേഹത്തിനാണ് 2024 ബുക്കർ പ്രൈസ് കിട്ടിയത്. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ G20 സമ്മിറ്റ് ഇൻ 2024? 2024 G20 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് നടന്നത്. ഓക്കെ, 2024 G20 സമ്മിറ്റ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who became the first Indian to win the Fields Medal in Mathematics in 2024? 2024 മാത്തമാറ്റിക്സിൽ ഫീൽഡ്സ് മെഡൽ കിട്ടിയത് അക്ഷയ് വെങ്കടേഷിനാണ്. ഓക്കെ, അക്ഷയ് വെങ്കടേഷിനാണ് 2024 മാത്സിലുള്ള ഫീൽഡ്സ് മെഡൽ കിട്ടിയത്. Which Indian state launched the Digital Seva Setu program to provide online services to rural citizens? റൂറൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഓൺലൈൻ സർവീസസ്
കൊടുക്കാനായിട്ട് ഡിജിറ്റൽ സേവാ സേതു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഗുജറാത്ത് ആണ്. ഓക്കെ, റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഓൺലൈൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ സേവാ സേതു എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഗുജറാത്തിലാണ്. Who was appointed as the new chairman of the Securities and Exchange Board of India in 2024? Securities and Exchange Board of India, SEBI. സെബിയുടെ പുതിയ ചെയർമാൻ ആയിട്ട് വന്നത് ആരാണ്? മാധബി പുരി ബച്ച് ആണ് സെബിയുടെ പുതിയ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. Okay, which Indian film won the Best International Feature Film at the Oscars in 2024? 2024 ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ വിജയിച്ചത് വൈറ്റ് ടൈഗർ എന്ന സിനിമയാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമിൽ ഓസ്കാർ കിട്ടിയത് 2024. Who became the first woman fighter pilot to participate in the Republic Day Parade in 2024? 2024 റിപ്പബ്ലിക് ഡേ പരേഡില് ആദ്യത്തെ വുമൺ ഫൈറ്റർ പൈലറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ആരാണത്? ഭാവന കാന്ത്. ഓക്കെ, റിപ്പബ്ലിക് ഡേ 2024 റിപ്പബ്ലിക് ഡേ പരേഡില് ഭാവന കാന്ത്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ ഫൈറ്റർ പൈലറ്റ്, റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത ആദ്യത്തെ വുമൺ ഫൈറ്റർ പൈലറ്റ് ആരാണ്? ഭാവന കാന്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നിങ്ങൾക്കറിയാം കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 25 ക്വസ്റ്റ്യനിലൊന്നും ഒട്ടും നിൽക്കുന്നതല്ല, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള, കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള പാറ്റേൺ നോക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.